അമ്മേ അമ്മ ഇതെന്തോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എന്ത് വേണം? എനിക്ക് വിഷമം ഉണ്ടായി എനിക്ക് പിന്നെ പറയണ്ടേ? എന്തോന്ന് വിഷമം ഉണ്ടാവുന്നത്? ഇവിടെ കിടന്ന് കലഹം ഉണ്ടാക്കുന്നതാണ് വിഷമം. കലഹം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ടല്ലോ. നീ പോയി ഓട്ടോ വിളിയടാ. അത് ഈ ഓട്ടോ ഈ സമയത്ത് കിട്ടില്ല മുമ്മ, ഇപ്പൊ കിട്ടാത്ത സമയം. ഓട്ടോക്ക് എങ്ങനെ സമയം കാലം ഒന്നുമില്ല, എപ്പോ വിളിച്ചാലും ഓട്ടോ കിട്ടും. മാങ്ങ കിട്ടുന്ന പോലല്ലേ? ഓട്ടോ വിളിച്ചോ പൈസ കൊണ്ടല്ലോ. ആ കനമച്ചമ്പി കൊടുത്തോളാം. ഇല്ല ഇപ്പൊ ഓട്ടോ കിട്ടത്തില്ല, ഈ സമയത്ത് ഓട്ടോ ഇല്ല. ഇതാ ഓട്ടോ വിളിക്കുന്നുണ്ടായില്ലേ? ഞാൻ അല്ലെങ്കിൽ എന്റെ പാട്ടിന് ഞാൻ പോവും. അമ്മേ ശരി, വഴക്കുണ്ടാക്കുന്നില്ല. ആ എന്നാ രണ്ടുപേരും മാപ്പോറ. ആടാ രണ്ടുപേരും മാപ്പോറേ. ആ ശരി അവൻ പറയട്ടെ. ഞാൻ എന്തിനു മാപ്പുറത്? അവിടെ അല്ലേ എന്റെ കുടുംബത്തോട് ശപിച്ചത്? ഞാൻ കുടുംബത്തിന് ശപിച്ച? ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു ഐശ്വര്യ ആരെ ഇല്ലാണ്ടാക്കിയത് നീയല്ലേ? അപ്പൊ നീ എന്നോട് മാപ്പ് പറയണം. നീ ആദ്യം പറ. നീ പറ. എന്ത് നിനക്ക് പറഞ്ഞാല്? രണ്ട് കൊമ്പുണ്ടോ പോലീസ് ആയതുകൊണ്ട്? അല്ലാതെ എന്തുവാ? തർക്കം വേണ്ട, കുറിയിടാം. വേണ്ട, നമുക്ക് കോയിൻ ടോസ് ചെയ്യാം. കോയിൻ ടോസോ? ആ ശരി. തങ്ക ആന്റിക്ക് ടെയിൽസ്, ഹെഡ്സ്. നോക്കട്ടെ. ടെയില് ചേച്ചിയാ പറയേണ്ടത്. ആ ഞാൻ ടെയില് ചേച്ചിയുടെ എന്നല്ലേ? അല്ല, ഞാൻ മറ്റേതായിരുന്നു. ഏത് മറ്റേത്? ഇതിന്റെ അപ്പുറത്തെ വശം. അല്ല, ടെയില് ചേച്ചിയുടെയാ. അല്ല ആണ് ചേച്ചി. അല്ല അല്ല അല്ല, ഇത് തന്നെ കുഴപ്പം മനസ്സിലായി. മാറിക്കളായി. ടെയില് ചേച്ചിയുടെ അല്ലേ? ടെയില് ചേച്ചിയുടെ. എനിക്കിപ്പോ ഓർമ്മയിട്ടില്ല. അമ്മ പോണു. ഒന്നീ ടെയിൽ അല്ലേ ഹെഡ്? ഇങ്ങോട്ട് നോക്ക്. വാ ഞാൻ പറയാം. ഞാൻ തന്നെ പറയാം. സമാധാനാവട്ടെ. ഞാൻ ആദ്യം മാപ്പ് പറയാം. നീ വരണ്ടേ? ഞാൻ മാപ്പറ തീർന്നല്ലോ. വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഒരു അമ്മയുടെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പറോട് തെറ്റൊന്നുമില്ല. വേണ്ട, എന്റെ ആളല്ലേ, ഞാൻ പറഞ്ഞോളാം. ശരി, അതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ ഞാൻ തന്നെയല്ലേ എപ്പോഴും മാപ്പ് പറയാറുള്ളത്. അതിപ്പോ മാപ്പുറം എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞോളാം. നീ മാപ്പുറം തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. സങ്കടപ്പെടല്ലേ? ഒരു സെക്കൻഡ്. ഇനി അതിനും കോയിൻ ടോസ് വേണം. സോറി. ഞാൻ എന്തൊക്കെ പ്രാഗിയാലും നിന്റെ കാലൊരു മുള്ളുള്ള ഞാൻ സംഭവിക്കോ? അടിപൊളി. ശരിക്കും പറഞ്ഞ ചേച്ചി തന്നെയായിരുന്നു പറയേണ്ടത്. ടെയില് ചേച്ചിയുടെ അല്ലായിരുന്ന? അയ്യാ, വന്നല്ലോ കെട്ടിയോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്ത് എന്ത് ടെയിലായിരുന്നു വീണത്? ആ ഒരു ടെയിലും അല്ല. നീ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയല്ലാതിരിക്കും? ഇത്രയും പേര് കേട്ടതല്ലേ? ആര് കേട്ട്? ആര് കേട്ട്? ഇവിടെ എല്ലാരും കേട്ടു. ചേച്ചിയെ കള്ളത്തരം പറയണത്. നീയാണ് കള്ളത്തരം പറയുന്നത്. നീ അങ്ങനെ വലിയ കെട്ടിയോന്റെ വശം പിടിച്ചൊന്നും സംസാരിക്കണം. ഞാൻ ആരുടെയും പക്ഷം പിടിച്ചിട്ടില്ല. ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് സത്യം? എന്ത്? ഞാൻ ആരുടെ പക്ഷം ചേച്ചി പിടിച്ചേക്കുന്നത്? വശം പിടിച്ചല്ലേ നീ സംസാരിച്ച കാര്യം ചോദിക്കട്ടെ. ക്ലീറ്റോ ചേട്ടനാണ് സസ്പെൻഷന്റെ കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആരുടെ കൂടെ നിന്നേ? ഞാൻ ചേച്ചിയുടെ കൂടെ. പുണ്യവതി, എന്റെ കൂടെ നിന്നല്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആങ്ങളപ്പുറത്തുള്ളതല്ല. ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. ചേച്ചിയാണെന്നാണ് പറയുന്നത്. പിന്നെ ചേച്ചി എന്തിനൊക്കെ വേണ്ട വാ തുറക്കണത്? തിന്നാനും കള്ളത്തരം പറയാനും മാത്രം. തിന്നാനും കള്ളത്തരം പറയാനും? തിന്നലുണ്ടെങ്കിലേ എന്റെ കെട്ടിയം കൊണ്ടുവന്നാ തിന്നാ, അല്ലാതെ നിന്റെ വീട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞ. എന്റെ ഏട്ടൻ സസ്പെൻഷൻ ആയി പോയതുകൊണ്ട്. അല്ലെങ്കിൽ എന്റെ നിന്റെ കോട്ടിനെന്താ എനിക്ക് മലയപ്പടി കൊണ്ട് തരുമോ? അങ്ങനെ എന്നെ വേണ്ട. എനിക്ക് എന്റെ ക്ലീറ്റോ ഉണ്ട്. വലിയൊരു ക്ലീറ്റോ വലുത്. എന്താ സംശയം?